മിഥുനം രാശിക്കാർക്ക് ഈ വൃശ്ചിക മാസത്തിലെ രാശിഫലങ്ങളൊക്കെ എന്തു ഫലങ്ങളാണ് നൽകുന്നതെന്ന് നോക്കാം. മിഥുനം രാശിക്കാർ കഴിഞ്ഞ ഒരു 4 വർഷക്കാലമായിട്ട് പ്രശ്നങ്ങളൊന്നും അവർ തേടി പോയില്ല എങ്കിലും അവരെ പ്രശ്നങ്ങളൊക്കെ തേടി വന്ന ഒരു സാഹചര്യം തന്നെയാണ്. പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് തന്നെ എത്ര ഒതുങ്ങി പോയിക്കൊണ്ടിരുന്നാലും ഏതെങ്കിലും ഒരു വിധത്തിൽ പ്രശ്നങ്ങൾ തേടി തേടി അന്വേഷിച്ചു വന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മനസമാധാനവും സന്തോഷവും എന്ത് എന്ന് അറിയാൻ പോലും പറ്റാതെ മറന്നുപോയ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ നിങ്ങൾക്ക് ഈ വൃശ്ചികം നല്ല ഒരു ഫലത്തെയാണ് കാത്തുവച്ചിരിക്കുന്നത്. പണം എന്ന ഒരു വിഷയത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്നു. കാരണം ആരെയൊക്കെ വിശ്വസിച്ചിരുന്നോ അവിടെയൊന്നും തന്നെ പണം ലഭിക്കാത്ത ഒരു സാഹചര്യങ്ങളും, അതുപോലെ തന്നെ തൊഴിൽപരമായി ഇന്ന് ചെയ്യാൻ പറ്റുന്ന തൊഴിലുകളൊക്കെ തന്നെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം 3 മാസം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ആയിരുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അതുപോലെ മേൽ ഉദ്യോഗം, അതായത് ഉയർന്ന ഉദ്യോഗത്തിനൊക്കെ ശ്രമിച്ചിരുന്നവർക്കൊക്കെ ഒരു തടസ്സം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു. നിരവധി പ്രശ്നങ്ങൾ തന്നെയായിരുന്നു നിങ്ങൾക്ക്. ചിലർക്കെങ്കിലും സുഹൃത്തുക്കൾ ദ്രോഹികളായി മാറിയ ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരും ദ്രോഹികളായി മാറുകയും കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പണം കടം വാങ്ങി ചിലവാക്കി നിങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യവുമൊക്കെ ഉണ്ടായിരുന്നു എന്നത് 100% വാസ്തവമായ ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ 4 വർഷക്കാലവും ഇതേ ഒരു അനുഭവത്തിലൂടെ ഇനി എന്ത് ചെയ്യും എന്ന് വിലപിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വൃശ്ചിക മാസം മുതൽ ഒരു നല്ല ഫലം കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ്. വിഷ്ണു ഭഗവാൻ നരസിംഹമായി അവതാരമെടുത്ത ആ ഒരു നരസിംഹമായി മാറുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇനി നിങ്ങൾ എന്നതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. കാരണം മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും നിങ്ങൾക്ക് മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഒക്കെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് പണി കിട്ടിയ, അഥവാ നിങ്ങൾ അതിലൂടെ മനസ്സിലാക്കി എല്ലാം ജീവിക്കുവാനായിട്ട് തുടങ്ങുന്ന ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നരസിംഹ അവതാരമായ ആ ഒരു മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുവാനായി പോവുകയാണ്. അപ്പോഴപ്പോഴായിട്ട് വരുന്ന മാറ്റങ്ങളൊക്കെ പലർക്കും ഗുണകരമല്ലാതെ പോകുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലർക്ക് ബുധൻ ദശ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. എന്നാൽ ഈ ബുധൻ ദശ എന്ന് പറയുന്നത് നമുക്ക് രാശിയിലേക്ക് വരുന്ന ആ ഒരു നമ്മുടെ ഇത് കളം വിട്ടു പോകുന്ന ആ ഒരു സമയം, ശനി ഭഗവാൻ പോകുന്ന സമയം ബുധനാണ് വരുന്നത്. ആ ഒരു സമയത്തേക്ക് നമുക്ക് ആദ്യത്തെ ഒരു 5 വർഷക്കാലമായിരിക്കും ബുധൻ നമുക്ക് നന്മകൾ പ്രദാനം ചെയ്യുന്നത്. അതായത് ശനീശ്വരൻ നമ്മളെ വിട്ടുപിരിയുന്ന സമയത്ത് ശനീശ്വരന്റെ ഒപ്പം വരുന്നത് വ്യാഴന്റെ ഒരു അപഹാര കാലമാണ്. അപ്പോൾ ഗുരു ഭഗവാൻ ഈ രാശിക്കുള്ളിൽ വന്ന് ഒരു നന്മ പ്രദാനം ചെയ്യും ശനീശ്വരന്റെ ഒപ്പം. ആ ഒരു നന്മ തുടർന്ന് ബുധന്റെ ആ ഒരു ആദ്യത്തെ 3 വർഷക്കാലം നമുക്ക് വളരെയേറെ നല്ല ഫലത്തെയായിരിക്കും പ്രദാനം ചെയ്യുന്നത്. ശേഷം ഇടക്കാലത്ത് 1 വർഷത്തേക്ക് ബുധന്റെ ഒപ്പം കേതുവിന്റെ ഒരു അപഹാരകാലം വരുമ്പോൾ ആ ഒരു സമയം നമുക്കെല്ലാം ലോസായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ശേഷം വീണ്ടും നമുക്ക് ആദിത്യന്റെ ഒരു അപഹാരകാലം വരുമ്പോൾ വീണ്ടും ഒരു നല്ല ഒരു സമയം ബുധന്റെ ആ ഒരു ദശയിൽ കിട്ടുന്നു. അപ്പോൾ ആ ഒരു 5 വർഷക്കാലം മാത്രമായിരിക്കും ബുധൻ ദശയിൽ നമുക്ക് ഒരു നല്ല ഫലത്തെ കരുതുവാനായിട്ട് കഴിയുക. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെയും നമുക്ക് ചന്ദ്രൻ, ചൊവ്വ, രാഹു ഇങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ അപഹാരത്തിലേക്ക് വരുമ്പോൾ ബുധൻ ദശ നമുക്ക് വളരെയേറെ മോശകരമായ ഒരു സാഹചര്യത്തെയായിരിക്കും സൃഷ്ടിക്കുക. അപ്പോൾ ഇടയ്ക്ക് വരുന്ന ആ ഒരു നല്ല മാറ്റങ്ങളൊന്നും ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ലഭിക്കില്ല. അതുപോലെ തന്നെ ബുധൻ ദശ കഴിഞ്ഞിട്ട് അടുത്തതാണെങ്കിലോ കേതുവിൻ്റെ ദശയാണ് ആരംഭമാകുന്നത്. കേതുർ ദശ എന്ന് പറയുമ്പോൾ മിഥുനം രാശിക്കെന്നല്ല, ഏതൊരു രാശിക്കാണെങ്കിലും ശരി 7 വർഷക്കാലം വളരെയേറെ ദുരിതങ്ങളും കഷ്ടതകളും അനുഭവിക്കേണ്ട ഒരു യോഗകാലം തന്നെയാണ്. കാരണമെന്ന് വെച്ചാൽ വെറും 0 ഗ്രൗണ്ടിൽ കൊണ്ടുപോയി നിർത്തും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. കാര്യം ബുധൻ നമ്മളെ ആ ഒരു രാശി വിട്ട് മാറുന്ന സമയം തന്നെ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഉള്ള ജോലിയൊക്കെ പോകുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടും. അതായത് ചിരിച്ചു കൊണ്ടിരിക്കുന്നവരൊക്കെ തന്നെ നമ്മുടെ പിന്നിൽ നിന്ന് കുത്തുകയും കഴുത്തറുത്ത് വിടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും അവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥമായ ഒരു വസ്തുത ബുധന്റെ അവസാന ആ ഒരു പാദത്തിൽ. അപ്പോൾ നമ്മളെല്ലാ വഴിക്കും സമ്പാദിച്ചു വെച്ചതും നല്ല അഭിമാനങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ തന്നെ നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നീട് വരുന്നത് കേതുർ ദശയാണ്. കേതുർ ദശയിൽ നമ്മൾ
പഠിച്ച പണി 18 നോക്കിയാൽ കൂടിയും അവിടെ വിജയിക്കാൻ പറ്റാതെയാകുന്ന ഒരു സാഹചര്യമാണ്. അതിനാണ് എത്ര കോടീശ്വരനായിരുന്നാലും ശരി, കേതുവിന്റെ ആ ഒരു ദശ ആരംഭമാകുന്നതിന് മുന്നേ തന്നെ, ഒരു വർഷം മുന്നേ തന്നെ അവരുടെ ബിസിനസ്സൊക്കെ ലോസായി തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ആ ഒരു സമയത്ത് കൃത്യമായ ടൈമിങ്ങിൽ പിന്നിൽ നിന്ന് കുത്തുകയും അവിടെ അപമാനപ്പെടുകയും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കേതു ദശയിലേക്ക് കടന്ന് അദ്ദേഹം ചാർജ് ഏറ്റെടുക്കുമ്പോൾ പിന്നെ ഒന്നും തന്നെ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവും. പോലീസ് കേസുകൾ ഉണ്ടാകുന്നു, വഴക്കുകൾ ഉണ്ടാകുന്നു, അയൽപക്കക്കാരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, തൊഴിലിടങ്ങൾ നിരന്തര പ്രശ്നമുണ്ടാകുന്നു. കേതുവിൻ്റെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി മിനിമം കേതുർദശയിൽ ഒരു 5 തവണയെങ്കിലും തൊഴിൽ മാറി 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 ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഊപ്പമുള്ളവരാൽ തന്നെ കുറ്റപ്പെടുത്തലുണ്ടാവും, വീട്ടിലുള്ളവർ കുറ്റപ്പെടുത്തും, തൊഴിലിടങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനം കിട്ടില്ല. ചെയ്താലും കുറ്റം, ചെയ്തില്ലെങ്കിലും കുറ്റം എന്ന രീതിക്കുള്ള ഒരു ഇതായിരിക്കും. അത് 7 വർഷം കഴിഞ്ഞ് അടുത്തത് ശുക്രന്റെ ദിശ ആരംഭമാകുന്ന സമയം മുതൽക്കാണ് ഈ രാശിക്കാർക്കൊക്കെ ഒരു ഗുണഫലമായ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് യഥാർത്ഥമായ വസ്തുത. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹനിലകൾ നമ്മളിലേക്ക് നടക്കുന്നത് കൊണ്ടാണ് പല മാറ്റങ്ങളും നമുക്ക് നല്ല ഒരു ഫലത്തെ തരാത്തത് എന്നതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നേരത്തെ തന്നെ നേടുന്നത് ശേഖരിച്ച് ഒരു 60% ശേഖരിച്ച് വെക്കുക, 40% ചിലവാക്കുവാനായിട്ട് ശ്രമിക്കുക എന്നതാണ് ഈ രാശിക്കാരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം. ഈ രാശിക്കാരെന്നല്ല, ഏതൊരു രാശിക്കാരായാലും ഈ ഒരു മെത്തേഡിൽ വേണം ജീവിച്ചു പോകുവാനായിട്ടെങ്കിലേ വിജയിക്കുവാനായിട്ട് കഴിയുക. പിന്നീടാണ് വിലപിക്കുന്നതെല്ലാവരും, എനിക്ക് ഈ ദശ മാറിയിട്ട് ഒന്നും സംഭവിച്ചില്ല, ആ ഒരു ദശ വന്നിട്ടൊന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തെ നല്ല ഒരു സമയമാക്കി മാറ്റേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ എല്ലായിടങ്ങളിലും നിങ്ങളൊരു ആക്റ്റീവായിട്ട് ഫോഴ്സ് കൊടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഈ വൃശ്ചിക മാസത്തില് സൂര്യ ഭഗവാന് വന്നിട്ട് നമ്മുടെ രാശിയുടെ, അതായത് മിഥുനം രാശിയുടെ 6ാം ഭാവമായ ഋണരോഗ ശത്രു സ്ഥാനത്തേക്കാണ് അദ്ദേഹം ഇരിപ്പുറപ്പിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്നത് അതേ രാശിയിൽ തന്നെ ബുധൻ ഭഗവാനും കൂടെ അനുഗ്രഹം ചൊരിയുവാനായിട്ട് ഒരേ രാശിയിൽ വരുന്നത് കൊണ്ട് തന്നെ ബുധ ആദിത്യ യോഗം എന്ന ഒരു യോഗം അവിടെ സംഭവിക്കുകയാണ്. ഈ ഒരു രാശികളിൽ ബുധനും സൂര്യനും യോഗം ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുപോലെ തന്നെ കടം എന്ന ഒരു കാര്യം നിങ്ങൾക്ക് വളരെയേറെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് നിങ്ങളുടെ അധ്വാനത്തിലൂടെ തന്നെയാണ് അതങ്ങനെ സംഭവിക്കാനായിട്ട് പോകുന്നത്. 100% അതങ്ങനെ തന്നെയാണ്. ഇന്ന് വരെ ഇല്ലാത്ത കാര്യങ്ങൾ, നിങ്ങൾ കിട്ടാത്ത കാര്യങ്ങളൊക്കെ ഇനി നിങ്ങളെ തേടി വരുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയം കടബാധ്യതകളൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സമയം തന്നെയാണ് എന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രു സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ നിങ്ങളെ വിട്ട് വിലകി ഓടിപ്പോകുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് വിജയം പ്രാപ്തമാകും എന്ന് തന്നെയാണ് ഈ ഒരു യോഗം വച്ചിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത്. അതായത് രോഗം മാറുന്നു, അതുപോലെ തന്നെ കടബാധ്യതകൾ കുറയുന്നു, നിങ്ങളുടെ ശത്രുക്കളൊക്കെ തന്നെ നിങ്ങളെ വിട്ട് വിലകി പ്രശ്നങ്ങളിൽ നിന്നും മാറിപ്പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അവിടെ ഉണ്ടാവുക. ചില കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ അത് ഒത്തുതീർപ്പായി പോകുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടാവും എന്നുള്ളത് 100% സത്യമാണ്. 100% നിങ്ങൾക്ക് അത് ഒരു നല്ലൊരു വിജയമായിട്ട് തന്നെയാണ് വരുന്നത്. കാരണം ശത്രു സ്ഥാനത്താണ് സൂര്യഭഗവാനും ബുധൻ ഭഗവാനും കൂടെ ഒരുമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു വകയിൽ ശത്രുതാ സ്ഥാനത്ത് നിന്നവർക്കാണെങ്കിലും അവർക്കൊരു മരണഭീതിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. കാരണം ഏതെങ്കിലും ഒരു വഴിക്ക് ആക്രമിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്ക് ആപത്തുണ്ടാകുമെന്ന് നിശ്ചയമായും അവർ മനസ്സിലാക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. ശത്രുക്കളൊക്കെയും തൊഴിൽ സ്ഥലങ്ങളിലാണ് നിങ്ങൾക്കൊരു ശത്രുത ഒക്കെ വന്നിട്ടുള്ളതെങ്കിൽ അവർ സ്വയം ഒഴിഞ്ഞു പോകുന്ന, തൊഴിൽപരമായൊക്കെ നിങ്ങളെ ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ അവർക്ക് സ്വയം നാശമുണ്ടാകുമെന്നുള്ള തിരിച്ചറിവിലൂടെ തന്നെ അവരൊക്കെ പിന്മാറിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി ഈ സമയം ഉണ്ടാകും. ശത്രുക്കൾ നിങ്ങളെ ഏത് നാണയത്തിലാണോ ആക്രമിക്കുവാനായിട്ട് ശ്രമിച്ചത് അതേ നാണയത്തിൽ തന്നെയാണ് അവർക്ക് തിരിച്ചടിയും കിട്ടുവാനായിട്ട് പോകുന്നത്. അതിനുള്ള കാരണവും നിങ്ങൾ തന്നെ ആയി മാറുന്നു എന്നതാണ്. അത് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നരസിംഹ അവതാരമായി മാറുന്നു എന്ന്. ഇതിൽ ചിലരെങ്കിലും വന്ന് നിങ്ങളോട് ക്ഷമ പറയുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം മനഃപൂർവ്വം നിങ്ങളെ ദ്രോഹിച്ചവർ നിങ്ങളോട് വന്ന് ക്ഷമയും മാപ്പും പറഞ്ഞ് നിങ്ങളെ അനുകൂലമാക്കുവാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കടൻ തീർക്കുവാനുള്ള വഴികളൊക്കെ തന്നെയും
നിങ്ങൾക്ക് വളരെയധികം സുലഭമായി നിങ്ങൾക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. അതിനായിട്ട് പരിശ്രമിക്കുക. ഇതുവരെ കിട്ടാത്ത ഇടങ്ങളിലൊക്കെ ആണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഫോഴ്സ് ചെയ്യുക. രണ്ടാമതൊരിക്കൽ കൂടി ഫോഴ്സ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള മാർഗ്ഗങ്ങളും വഴികളുമൊക്കെ തെളിഞ്ഞ് അവിടെ അതിൻ്റേതായ ഒരു അനുകൂല ഭാവം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അതുമല്ലാതെ വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനീശ്വര ഭഗവാൻ ഇപ്പോൾ നേർഗതിയിലേക്ക് സഞ്ചരിക്കുവാനായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിലും തയ്യാറെടുത്ത് ആ ഒരു സഞ്ചരിക്കുന്ന ആ ഒരു ഇത് തുടങ്ങുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുവരെ തൊഴിൽ സംബന്ധമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിലൊക്കെ ഒരു തീർപ്പുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. പലരും കണ്ടകശനിയാണ്, അത് അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അതോ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഇരുന്നോട്ടെ, പ്രശ്നമില്ല. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു അവസ്ഥ ആരുടെയൊക്കെ ജാതകത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഗ്രഹനിലകൾ കറക്റ്റായി വരുന്നുണ്ടോ, തീർച്ചയായിട്ടും അവർക്കെല്ലാം 100% അനുകൂലമായ ഒരു ഫലം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും തൊഴിൽപരമായ രീതിയിലൊക്കെ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് പേരിരുന്ന് പല സംസ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്. എനിക്ക് ഇത്ര കോടി രൂപയുടെ ലോസ് ആയിട്ടുണ്ട്, ഇന്നതുപോലെ കിട്ടാതെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് തീർച്ചയായിട്ടും അവർക്കെല്ലാം തന്നെ നല്ല ഉന്നതമായ ഒരു മാറ്റം ഉണ്ടാകും. അവർ നഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടിയൊക്കെ നേടുന്ന ഒരു സമയം തന്നെയാണ്. ശനീശ്വരൻ അതൊക്കെ കൊടുക്കുന്ന ഒരു സമയം തന്നെയാണ്. കാരണം ഒരുപാട് അനുഭവിച്ചവരെ ശനീശ്വരൻ ഒരുപാട് കഷ്ടപ്പെടുത്താറില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു നല്ല മാറ്റങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും. തൊഴിൽപരമായ മന്ദഗതിയൊക്കെ നീങ്ങി നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയം കൂടി തന്നെയാണ് ശനീശ്വരൻ ഇനി നൽകാനായിട്ട് പോകുന്നത്. കാരണം ആദ്യത്തെ 2.5 വർഷക്കാലം അദ്ദേഹം കൈവയ്ക്കുന്നത് തൊഴിൽ ഭാവത്തിലാണ്. അപ്പോൾ നല്ല മനസ്സുള്ള എല്ലാവർക്കും തന്നെ അതിൻ്റേതായ ഫലം 100% ഉണ്ടാകുമെന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. പല വർഷങ്ങളായിട്ട് തന്നെ ഈ സർക്കാർ സംബന്ധപ്പെട്ട ജോലിക്കൊക്കെ എഴുതിയിട്ട് കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല നല്ല കമ്പനികളിലൊക്കെ ജോലിക്കൊക്കെ കൊടുത്തിട്ട് കിട്ടാതെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന പലരും ഉണ്ടാകും. അവർക്കൊക്കെ തന്നെയും ഒരു അനുകൂല ഫലം തന്നെയാവും ഉണ്ടാകാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ശനീശ്വരൻ തൊഴിൽ ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു നല്ല ഫലത്തെ നിങ്ങൾക്ക് 100% പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അതുകൊണ്ട് ധൈര്യപൂർവ്വം ഇരിക്കുക. വീണ്ടും അതേ ഒരു സ്ഥാനത്തേക്ക് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഫോഴ്സ് കൊടുക്കുക. തീർച്ചയായിട്ടും ഉന്നതമായ ഒരു സ്ഥാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിപ്പുണ്ട് എന്നുള്ളത് 100% സത്യം തന്നെയാണ്. ചിലർക്ക് എങ്കിലും തന്നെ ഒരല്പം ദൂരെയൊക്കെ മാറി, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ വിദേശത്തൊക്കെ ജോലിക്കൊക്കെ അന്വേഷിച്ചിരുന്ന അവർക്കൊക്കെയും ആ ഒരു നല്ലൊരു മാറ്റം വരുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇനി സൃഷ്ടിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവായിട്ട് ഈ ഒരു വൃശ്ചിക മാസം എല്ലാവർക്കും ഒരു നല്ല ഫലത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുക. 100% അതങ്ങനെ തന്നെ ആവണമെന്നാണ് എൻ്റെയും ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ ശനീശ്വര ഭഗവാനെയൊക്കെ നന്നായിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ ഭഗവാന് നീരാഞ്ജന വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ മഹാവിഷ്ണുവിന് നല്ലതുപോലെ നെയ്ദീപമൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുക. താമരപ്പൂവൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഭഗവാനെ പോയി പ്രാർത്ഥിച്ച് പൂജിക്കേണ്ട ഒരു സമയവും സാഹചര്യമൊക്കെ തന്നെയാണ്. പിന്നെ പറയുവാനുള്ളത്, നാഗദൈവങ്ങളെ ഒരിക്കലും മറക്കുവാൻ പാടുള്ളതല്ല. നാഗദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും പാലഭിഷേകങ്ങളൊക്കെ നടത്തി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വളരെയേറെ ഗുണപരമായ മാറ്റങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഈ തിരുവാതിര നക്ഷത്രക്കാർ, അതുപോലെ മകയിര നക്ഷത്രക്കാരൊക്കെ ശ്രീ മുരുകന് പാലഭിഷേകങ്ങളും അർച്ചനയൊക്കെ നടത്തുന്നത് വളരെയേറെ ഗുണപരമായ നല്ല നല്ല മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. കാരണം ഗുരു ഭഗവാന്റെ ആ ഒരു ഇതെന്ന് പറയുമ്പോൾ ശ്രീ മുരുകൻ തന്നെയാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ ഗുരു ഭഗവാൻ എന്ന് കണക്കാക്കുക. അപ്പോൾ അദ്ദേഹത്തെ പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ അദ്ദേഹത്തെ ദക്ഷിണാമൂർത്തി സ്വാമിയെയും കൂടി പ്രാർത്ഥിക്കുക. ദക്ഷിണാമൂർത്തി സാക്ഷാൽ ഗുരു ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഈശ്വരന്മാരെയൊക്കെ കൂടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. മറ്റു മതസ്ഥരൊക്കെ ആണെങ്കിൽ അതാത് ഈശ്വരന്മാരെ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അവരവരുടേതായ ഒരു വിജയങ്ങളൊക്കെ ഉണ്ടാവും. ക്രിസ്തു മതത്തിലുള്ളവരാണെങ്കിൽ യേശു ക്രിസ്തുവിനെയൊക്കെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. അതിനനുസരിച്ച് നല്ല ഫലത്തെ ഉണ്ടാക്കും. മറ്റു മതസ്ഥരും അതുപോലെ തന്നെ അവരവരുടെ വിശ്വാസമുള്ള ഈശ്വരന്മാരെ തന്നെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കണ്ണുനീരണിഞ്ഞ എല്ലാവർക്കും നല്ല ഒരു യോഗകരമായ ഒരു കാലം തന്നെയാണ് എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ശുഭം.